നമ്മളെല്ലാവരും മരങ്ങളും ചെടികളുമൊക്കെ നടുന്നവരാണ്. ചെടികൾ നട്ടാൽ കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിൽ നിന്ന് പൂക്കളും സൗന്ദര്യവുമെല്ലാം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അസമയം മരങ്ങളാണ് നടുന്നതെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷവും ഫലങ്ങളും കായ്കനികളും തണലുമൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് മാത്രമല്ല, നമുക്ക് ശേഷം വരുന്നവർക്കും. ആത്മീയ ജീവിതത്തിലും ഇങ്ങനെ ചില ചെടികളും തണൽ മരങ്ങളും ഒക്കെ നമ്മൾ നടേണ്ടതായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അധികമൊന്നും കഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യുന്ന നന്മകളെ ചെടികളായിട്ടും അല്പം കഷ്ടപ്പെട്ട് അല്പം സാഹസപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെ വലിയ മരങ്ങൾ നടുന്നതിനോടും നമുക്ക് ഉപമിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഞാൻ ചെയ്ത കരുണയുടെ പേരിൽ, ഞാൻ ക്ഷമിച്ചതിൻ്റെ പേരിൽ, ഞാൻ പൊറുത്തതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആരെങ്കിലുമൊക്കെ നന്മകൾ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ടാകണം. എൻ്റെ ചുറ്റിലും ചില തണൽ മരങ്ങൾ വളരാനായിട്ട് ഞാൻ അനുവദിച്ചിട്ടുണ്ടാകണം. എൻ്റെ കരുണയിൽ, എൻ്റെ പൊറുതിയിലെല്ലാം ചിലർ വളരുന്നത് കാണുമ്പോൾ, അവരുടെ ജീവിതത്തിന് കൂടുതൽ നന്മകൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ, ഞാൻ കാണിച്ച ആ വലിയ ക്ഷമയും കരുണയുമെല്ലാം ചുറ്റുമുള്ളവരിലേക്ക് നന്മകളായിട്ട് മാറുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ നടുന്ന ചെടികളല്ല, വളരെ സാഹസപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി വെള്ളം നനച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന തണൽ മരങ്ങളാണ് ഭാവിയിൽ നമുക്ക് മുതൽക്കൂട്ടാക്കുക. ആധ്യാത്മിക ജീവിതത്തിലും അങ്ങനെ തന്നെ. ആരോടെങ്കിലുമൊക്കെ അല്പം കൂടുതൽ ക്ഷമിക്കേണ്ടി വരുമ്പോൾ, വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിൽ വലിയ തണൽ മരങ്ങൾ നമ്മൾ വളർത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് അത് വലിയൊരു തണൽ മരമാവുക തന്നെ ചെയ്യും. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.